ഹായ് ഹലോ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്തിരിക്കണതാണ്. ഔട്ട്ഡോറായും ഇൻഡോറായും സെറ്റ് ചെയ്യുന്ന ചെടികൾ തന്നെയാണ് ഇതൊക്കെ കേട്ടോ. നമ്മളങ്ങനെ അത്യാവശ്യം വലിയ ചെടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു 3-4 ഐറ്റംസ് മാത്രം നമ്മളകത്ത് വെച്ചിട്ടുള്ളൂ. കാരണം നമ്മളുടെ വീടിൻ്റെ അടിപ്പണി കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിനനുസരിച്ചാണ് നമുക്ക് അകത്തേക്കൊക്കെ നല്ല അടിപൊളി ചട്ടികളും പോട്ടുകളൊക്കെ കയറ്റി സെറ്റാക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ, അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ എന്ന്. അങ്ങനെ ഒരു 5-6 ഐറ്റം മാത്രമേ ഉള്ളൂ. ഉള്ളത് തന്നെ ചിലത് 2-3 ചട്ടിയിലാക്കിയാണ്ട് വെച്ചേക്കണമെന്നുള്ളൂ. നല്ല ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്യാൻ പറ്റിയതാണ് ഈ മണി പ്ലാന്റ് കേട്ടോ. ഇതിൽ തന്നെ പല വെർഷനുണ്ട്. വെർഷൻ എന്ന് പറഞ്ഞാൽ പല മോഡലുകളും ഡിസൈനുകളും ഇലയിൽ വരുന്നതന്നെ. നമ്മളെ കയ്യിൽ ഇപ്പോൾ ഒരു 3 ഐറ്റം ഉള്ളൂ. അതിൽ 2 മാത്രമേ നമ്മളെ അകത്തേക്ക് വെച്ചിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ തൈകൾ വെച്ച് പിടിപ്പിക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഫ്ലവർ മാതിരി വന്നിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? അത് വിശദമായിട്ട് കാണിച്ചു തരാം. നല്ലൊരു അടിപൊളി ഫ്ലവറായിട്ട് തന്നെ വന്നിരിക്കണത് കണ്ടില്ലേ? ഒരു ഫ്ലവർ ടച്ചായിട്ട് തന്നെ. എന്നോട് പല ആൾക്കാരും ഇവിടെ കാണാൻ വരുന്നവരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ സെറ്റാക്കി, ഇങ്ങനെ നല്ല ഭംഗിയുണ്ടല്ലോ കാണാനെന്ന്. ഇതിപ്പോൾ ഏകദേശം ഒരു 2 മാസത്തിൻ്റെ അടുത്താക്കിയിട്ടുണ്ട് നമ്മളിങ്ങനെ സെറ്റാക്കി വെച്ചിട്ട്. ഇത് ഇപ്പം അടുത്ത് വെച്ചിട്ടുള്ളൂ. ഇത് നമ്മളെ കയ്യിൽ നിന്ന് ഈ ചെടി പോവാനായിരുന്നു, നമ്മൾ മുറ്റത്തായിരുന്നു. അപ്പോൾ നമ്മൾ വേഗത്തിന് ഇത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാട്ടോ. ഇതൊരു മണി പ്ലാന്റിൻ്റെ വേറൊരു ഇതിൻ്റെ ഒരു ഇല നോക്കിയാൽ തന്നെ മനസ്സിലാക്കലോ. നമ്മളൊന്നും കാര്യമായിട്ട് വലിയ പോട്ടുകളോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇത് ഒരു ഐസ്ക്രീമിൻ്റെ പോട്ടാണ്. ഇത് കണ്ടില്ലേ? ഇന്നൊക്കെ നല്ലൊരു തൈകളൊക്കെ വരുന്നുണ്ട്. നമ്മളിത് എങ്ങനെയാണ് വെച്ചത് എന്നൊക്കെ ഒരു വിശദമായിട്ട് ഞാൻ കാണിച്ചിട്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടുകളുണ്ട്. നമ്മൾ റൂട്ടൊന്നും ഇല്ലാതെ സാധാ മാതിരി വെച്ചതായിരുന്നു. അന്ന് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. നല്ല വേറൊന്നുമില്ല, നമ്മൾ വെറും പച്ചവെള്ളം മാത്രമാണ് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ കണ്ടില്ലേ? ഇതിനൊക്കെ കണ്ടില്ലേ? അത്യാവശ്യം നല്ലതായിട്ട് തന്നെ വന്നിട്ടുണ്ട് തൈകളൊക്കെ. നമ്മൾ ഓരോ ഇലകളുടെയും കട്ടിങ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ. എൻ്റെ അടിയിൽ നിന്ന് ഇപ്പോൾ തൈകൾ വരുന്നേ ഉള്ളൂ. ഏകദേശം ഇല ഒരു ടൈം വരെ ഇങ്ങനെയൊക്കെ ഒരു മോഡൽ നിൽക്കുള്ളൂ കേട്ടോ. അതൊരു 2 മാസത്തിൻ്റെ പുറത്തായില്ലേ. അപ്പോൾ ഒരു ലക്കാണ് കേട്ടോ. അത്ര വലിയ മെനക്കെടൊന്നുമില്ല. നമ്മൾ ഒരേ ഇലകൾ ഒരേ ലെവലിന് ചെറുതാദ്യം സെറ്റിൽ വെക്കുക, അങ്ങനെ ചുറ്റും വെച്ച് കണ്ട് പോകുന്നതാണ്. എന്നിട്ട് ഒരു നൂല് കൊണ്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു കെട്ടിട്ടിട്ടുണ്ട്, ചെറിയൊരു നൂല്, വൈറ്റ് നൂല് കാണില്ലേ? അത്ര മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ നമ്മൾ മണി പ്ലാന്റ് കുറച്ച് എക്സ്ട്രാ ആയപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു മോഡലാക്കിയത്. ഇതിനൊക്കെ നല്ല കുഞ്ഞ് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള തൈകൾ തന്നെ. അതുപോലെ നല്ല റൂട്ടുകളും വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിലാണ് വെച്ചിട്ട് ഒരു തിരക്കടും ഈ ചെടിക്ക് വന്നിട്ടില്ല. അത്രയും ദിവസം 2 മാസത്തിൻ്റെ പുറത്തായില്ലേ. അന്ന് നമ്മൾ വെറും ഇലകളിങ്ങനെ നോക്കി ഇങ്ങനെ കട്ട് ചെയ്താണ്. എന്നോട് എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ, എനിക്കൊന്നും വേറെ പണിയില്ല, വേറെ കുറേ ഇല വെട്ടി ഉണ്ടാക്കി ഉപ്പിൽ വെള്ളത്തിലിട്ടിട്ടുണ്ട്, എന്തിനാന്ന് എന്നോട് ചോദിച്ച ആൾക്കാരുണ്ട്. അത് കാണുമ്പോൾ പറയും നല്ല ഭംഗിയുണ്ട് ഇത്. കാരണം പല ആൾക്കാരും പറഞ്ഞ് കേട്ടിട്ടാണ് നല്ല സെറ്റായിട്ട്. ഇതൊക്കെ എൻ്റെ പരിപാടിയാണെന്നാണ് എല്ലാവരും പറയല്. വെറും പച്ചവെള്ളം മാത്രം, വേറെ ഒരു വെള്ളവും ഇല്ല അതിൽ. നല്ല അടിപൊളിയായിട്ട് 2 ഇതിലൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. കാരണം ഇതിൻ്റെ ഒരു ഇലക്കൊരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. അതിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ ഇലകളൊക്കെ ഇങ്ങനെ പോട്ടാ. ഏകദേശം 2 മാസം 2.5 മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. എന്നിട്ട് ഇത്ര ഉഷാറായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയില്ലേ. നമ്മൾ അടുത്തത് വെച്ചിരിക്കുന്നത് ഒരു കുപ്പി. ഇതിൽ 2 നമ്മൾ 2 സ്ഥലത്തേക്ക് സെറ്റാക്കി വെച്ചതായിരുന്നു. പക്ഷേ നമുക്ക് സാഹചര്യത്താൽ നമ്മൾ പെട്ടെന്ന് ഇതിൽ തന്നെ വെച്ച് കണ്ട് മുങ്ങിയതായിരുന്നു. അപ്പോൾ ഇതിലായപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ മാറ്റിയതുമില്ല കേട്ടോ. അതിൽ 2 ഫ്ലവർ മാതിരി. അപ്പോൾ ഈ 2ഉം കൂടി നിൽക്കുമ്പോൾ ഒരു ഒതുങ്ങി നിൽക്കണില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ? നമ്മൾ വെറും ഫ്രൂട്ട് കുപ്പി കട്ട് ചെയ്ത് കണ്ട് വെച്ചതാണ്. കാരണം ഇതിൻ്റെ കുപ്പികളൊന്നും ആരും നോക്കണില്ല. പിന്നെ നമുക്ക് കുറച്ചും കൂടെയൊക്കെ കഴിഞ്ഞിട്ട് വേണം നല്ല അടിപൊളി പോട്ടുകളൊക്കെ ഇൻഡോറായിട്ട് വെക്കണം, ഔട്ട്ഡോറായിട്ടുള്ളതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള വാങ്ങണം. അപ്പോൾ ഇപ്പോൾ നമുക്ക് തൽക്കാലമൊക്കെ അത് ആരും നോക്കില്ല, ശ്രദ്ധിക്കില്ല, പോട്ടാരും കാണില്ല. കുഞ്ഞ് കട്ട് ചെയ്ത് കണ്ടാണ് വെക്കുകയാണ്. നമ്മൾ ചെടി ശ്രദ്ധിക്കുമ്പോൾ ഇത് നമ്മളാരും കാണുന്നിടത്തൊന്നും വെക്കില്ല കേട്ടോ. കാരണം അതിനായിട്ടുള്ള കപ്പാസിറ്റി ഒന്നും ഇതിന് വന്നിട്ടില്ല. എൻ്റെ ഇല മനസ്സിലാക്കുക, ഇലക്ക വ്യത്യാസമുള്ളൂ, വേറെ ഒന്നിനും വ്യത്യാസമില്ല കേട്ടോ. മണി പ്ലാന്റ് തന്നെയാണ് ഇത്. നമ്മൾ മരത്തിൽ വെച്ചാൽ ഇത് നല്ല വലിയ ഇലാവും. നമ്മളവിടെ തൊട്ടടുത്തുള്ളൊരു വീട്ടിലുണ്ട് സാധാ ഇതുപോലൊരു മണി പ്ലാന്റിൻ്റെത്. ഒരു പ്ലാവിൻ്റെ ചുവട്ടിൽ വെച്ചതാണ്. നല്ല അത്യാവശ്യം നല്ല വലുപ്പമായിട്ട് ഇല വന്നിട്ടുണ്ട്. ഏകദേശം
ഒരു എൻ്റെ ഒരു കൈൻ്റെയൊക്കെ നീളക്കത്തിലേ വന്നിട്ടുള്ളൂ ആ ചെടി. അപ്പോഴേക്കും വലിയ ഇലയായിട്ടുണ്ട്. സാധാ മണി പ്ലാന്റ് പോലെ കുപ്പി വെച്ചത് നട്ടതാണെന്നാണ് പറഞ്ഞത്. എല്ലാം അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിനൊക്കെ നല്ല റൂട്ടുകളും വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിലാണ് വെച്ചിട്ട് വലിയ ഹെൽത്ത് ഇല്ല വെച്ചിട്ടും നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഹെൽത്തി ആക്കി എടുക്കണം. നമുക്ക് മണി പ്ലാന്റ് ചിലവരിങ്ങനെ എനിക്ക് ആക്കി തരുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ തൊട്ട് ഒരു ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്, തൊട്ട അയൽവാസിയും കൂടിയാണ്. അത് നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടി ഒരു ഇതാണ് കടലാസ് പൂവ്. അത് നമ്മളൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടാൻ വേണ്ടിയിട്ട് വെച്ചാണ്. കട്ട് ചെയ്താണ് നമ്മളിങ്ങനെ ഒരു പോട്ടിലാക്കി ഇറക്കി വെച്ചതാണ്. ഇതാണ് ശരിക്ക് നല്ല അകത്തൊക്കെ സെറ്റ് ചെയ്യണ നല്ലൊരു പോട്ടാണ്. ഇതിൽ നമ്മളെ കയ്യിൽ 2 കളർ മാത്രമേ ഉള്ളത്. കണ്ടില്ല, ബ്ലാക്ക്. ഇതാരോ ഇവിടെ വിരുന്നുകാർക്കൊരു പരിപാടി ഉണ്ട്, നോം കൊണ്ടൊന്നൊരു കട്ടിങ് ഒന്നുള്ളി വെക്കുക. അത് പൊതുവേ ചില ടീമിനുള്ളതാണല്ലോ. ചെടികളൊക്കെ കാണുമ്പോൾ ഒന്നങ്ങനെ നുള്ളാഞ്ഞ ചെറിയൊരു പൊറുതേടാണല്ലോ. നമ്മളെ കയ്യിൽ ആകെയുള്ള ബ്ലാക്ക് ഇത് മാത്രമേ ഉള്ളൂ, വേറെ ബ്ലാക്കൊന്നുമില്ല. ഗ്രീനായിട്ടുള്ള നമ്മളെടുത്ത് അത്യാവശ്യം ഉണ്ട് കേട്ടോ. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു 5-6 തൈകളുണ്ട്. അതിൽ 2 നമ്മളകത്ത് സെറ്റാക്കിയിട്ടാണ്. പിന്നെയൊക്കെ ചെറുതായിട്ട് വരുന്നുള്ളൂ, പുറത്താണ്. പിന്നെ ഇത് രണ്ടും ഒന്നും ഒറ്റക്കൊരു പോട്ടിൽ വെക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല, കാരണം കുഞ്ഞ് തൈയല്ലേ. അപ്പോൾ അതിനകത്തുള്ളതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനിപ്പോൾ ഗ്രീനിനിപ്പോൾ വരുന്നതേ ഉള്ളൂ ഇല. ഇതിന് പിന്നെ ഒരു പ്രത്യേകത, അടിയിൽ നിന്നാണ് ഇല വരിക. സാധാരണ നമ്മളൊക്കെ ഓരോ ചെടിക്ക് തല ഇങ്ങനെ പൊന്തി വരില്ലേ, ഇതൊരു ഇല വരുമ്പോൾ അടിയിൽ നിന്ന് ഇങ്ങനെയാണ് വരലാണ്, അല്ലാതെ മുകളിൽ നിന്ന് പിന്നെ ഇലകൾ വരിക അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതാണ്. അപ്പോൾ നമ്മൾ രണ്ടും കൂടി തൽക്കാലവധിയിൽ വെറും മണ്ണ് മാത്രമേ ആക്കിയിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. ആക്കി വെച്ചതാണ്. ഏകദേശം കുറച്ചായിട്ടുണ്ട് വെച്ചിട്ട്. കുറച്ചും കൂടി അത്യാവശ്യം ആയിട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ട് കാര്യമുള്ളൂ, അല്ലാതെ മാറ്റി വെച്ചിട്ട് ഒരു കാര്യമില്ല. ഇതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് നമ്മളെ അടീനിയത്തിൻ്റെ കുഞ്ഞ് തൈകളും വെച്ചിട്ടുണ്ട് കേട്ടോ. വെച്ചതല്ല, നമ്മൾ വെറുതെ വിത്ത് അന്ന് കുറേ കിട്ടിയപ്പോൾ ഒന്ന് ഭാഗ്യതാണ്. ഇത് നമ്മൾ കിച്ചണിൽ വെറുതെ ഇങ്ങനെ കുറേ മുമ്പേ വെച്ചതാണ്, വെള്ളത്തിലാക്കി വെച്ചതാണ്. ഇതിൻ്റെ വെള്ളത്തിനൊന്നും വലിയ കളർ മാറ്റമില്ല, പക്ഷേ ഇതിൻ്റെ വേര് തിങ്ങി അതിലാണ് കുറച്ച് എച്ചിൽ പിടിച്ചതാണ്. അതാണ് ആ കളറായിട്ട് വന്നിരിക്കുന്നത്. വെള്ളം ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാം, വലിയ കുഴപ്പമില്ലാത്ത കളറാണ് വെള്ളം. പക്ഷേ ഇത് കാണുന്നവരറിയാം, ഒന്ന് വെള്ളം മാറ്റി കൂടെ എന്നാണ് പറയൽ. വെള്ളത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നമ്മൾ കട്ട് ചെയ്ത് കണ്ട ഇതിൽ 4 ചെടികളാണ് വെച്ചിട്ടുള്ളത്. വെറുതെ ഇങ്ങനെ കണ്ടപ്പോൾ ഇതും കുപ്പി, നമ്മളെ സോഡ മീൻസ് അത് അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് നമ്മൾ വെച്ചിട്ട് ഒരു 5-6-7 മാസം നല്ലേക്കരം. ഞാൻ അതിൻ്റെ ഒരു 1 മന്ത്, 1 വർഷം എന്താ അറിയില്ല, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ല, ഇത് നമ്മളെ കയ്യിലുള്ളതാണ്. കുറച്ച് ചെറിയൊരു മാറ്റങ്ങളുള്ള ഓരോ ചെടികൾ നമ്മൾ വെറുതെ വെച്ചതാണ്. അവിടെ സിറ്റ് ഔട്ടിൽ വെച്ചതായിരുന്നു നമ്മൾ ആദ്യത്തെ വീട്ടിൽ. ഇപ്പം നമ്മൾ കിച്ചണിക്ക് ആക്കിക്കണമെന്നുള്ളൂ, അപ്പോൾ അതിനുള്ള കപ്പാസിറ്റി ഉള്ളൂ. എൻ്റെ ഇലകളൊക്കെ വെച്ചിട്ട് നമ്മൾ പൊടി പിടിച്ചിട്ടുണ്ട്. നമ്മൾ തോത്തി നന്നാക്കിയിട്ടൊന്നുമില്ല, തൽക്കാലം അവിടെ അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വെച്ചതാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓരോ ചെടികൾക്ക് ഓരോരോ സ്ഥാനമുണ്ട് പറഞ്ഞ പോലെ. അടുക്കള വെക്കണം എന്നല്ല, നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് ഇനി ഒന്നുകൂടി ഒന്ന് സെറ്റാക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടി നമ്മൾക്കൊരു കുഞ്ഞ് കാക്ക നമ്മളെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതും ഒരു ഐറ്റമാണ് നമ്മൾ വെച്ചിൽ. ഇതിൻ്റെ ഒരു 3 വെറൈറ്റിയാണ് നമ്മളെ കയ്യിലുള്ളത്. ഇതാണ് ഒരു വെറൈറ്റി. ഇതിൻ്റെ പേരൊന്നും നമുക്ക് വലിയതായിട്ട് ഇടില്ല, സത്യം പറയാലോ. ഇവിടെയൊക്കെ അധികം ആൾക്കാരും പറയല് എന്തോ സർപ്പപ്പുളമെന്നോ അങ്ങനെ എന്തൊക്കെയാണ് ഇവിടെ പറയൽ. നമ്മളിതിന് മെയിനായിട്ട് പേരൊന്നും പറയലില്ല. നമ്മളിങ്ങനെ ഒരു ഇൻഡോറാക്കി വലിയൊരു കെയറിങ്ങോ കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്ത ചെടി ആയതുകൊണ്ടാണ് നമ്മളിത് വേഗം നിർത്തിക്കണത്. ഇതിൽ തന്നെ ഒരു 2 സെറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ മുറ്റത്തും ഒരു സെറ്റ് വെച്ചിട്ടുണ്ട്. നല്ലൊരു ഭംഗിയല്ലേ, കണ്ടപ്പോൾ അങ്ങനെ ഒന്ന് സെറ്റാക്കിയതാണ്. കണ്ടില്ലേ, ഈ ഒരു ഗ്രീൻ കളറുള്ളതാണ്, നല്ല ഹെൽത്തിയാണ് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കുറച്ചായിട്ടുള്ളൂ ഇതിന് മുമ്പ് നമ്മൾ പോട്ടിൽ മാറ്റിക്കാണ്ടൊക്കെ ഇങ്ങനെ ഒന്ന് നട്ടിട്ട്. ഇതിൽ ഒരു യെല്ലോ കളറുള്ളത് അതാ ബാക്കിലുള്ളത്, അത് തീരെ ഹെൽത്തിയല്ലോ. അത് പോവാനായിട്ടുണ്ട്, കുറേ ആയി, ഒരു വർഷം 2 വർഷം നല്ല കരം ആ ഇലയൊക്കെ വന്നിട്ടിട്ടാണ്. കാരണം അത്രയും നല്ല ലോങ് ആയിട്ട് നിൽക്കണ ഒരു ചെടിയാണിത്. വലിയ മെയിൻ്റെനൻസും ഇല്ല നമുക്ക് അകത്തൊക്കെ വെക്കാൻ. പക്ഷെ കുട്ടികളുള്ളിടത്തൊന്നും വല്ലാതെ വെക്കരുത് എന്നാണ്. ഇതാണ് അതിൻ്റെ 2ാമത്തെ വെറൈറ്റി. പക്ഷെ 2ാമത്തെ വെറൈറ്റി കണ്ടാൽ നമുക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല, പ്രത്യേകിച്ച് മാറ്റങ്ങളോ. പക്ഷേ അതിൻ്റെയൊക്കെ എടുത്ത് വെക്കുമ്പോഴാണ് നമുക്ക് വെറൈറ്റി ആണെന്നുള്ളത് തോന്നൽ. ഇതിൻ്റെ വെറൈറ്റി തന്നെ എനിക്കിത് തന്ന ആളെടുത്താണ് ഞാൻ തന്നെ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. നല്ലൊരു ഗ്രീനും ഒരു വൈറ്റും എല്ലാം കൂടി ഒരു മിക്സ് ചെയ്തിട്ടുള്ളൊരു കളർ. ഇതിൻ്റെ എടുത്ത് വെക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവുള്ളൂ. ഇതാണ് 3ാമത്തെ വെറൈറ്റി.
അതിൻ്റെ ഒപ്പം ഇങ്ങനെ കാണിക്കുമ്പോഴാണ് ചെറിയൊരു മാറ്റം ഉണ്ട് എന്നുള്ളതൊരു തോന്നുന്നല്ലേ. എടുത്തുനിന്ന് കാണുമ്പോൾ നല്ല മാറ്റമുണ്ട്, അല്ലെങ്കിൽ ഇത്രയും മാറ്റം തോന്നുന്നുള്ളൂ. സർപ്പപ്പോള എന്നുള്ളതിന് തന്നെ 3 സൈസ്. ഇതൊക്കെ എന്തോ പണ്ടൊക്കെ ഓരോ മരുന്നേനൊക്കെ എൻ്റെ വീട്ടിൽ കണ്ടപ്പോൾ പലരും എന്നോട് പറയുന്നുണ്ട്, ഇത് പണ്ടെന്തോ ഒരു മരുന്നേനൊക്കെ എല്ലാവരും പറഞ്ഞേക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനാകെ 2 കുഞ്ഞ് തൈകളേ ഉള്ളൂ. ഇതൊന്നും ഒരു തൈയും വേറൊരു തൈയും കൂടുള്ളൂ. ഇതിമേലൊക്കെ ഇവിടെ വരുന്ന ചില ആൾക്കാർക്കുണ്ട് ചെടികൾ കാണുമ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു നുള്ളാനും പിച്ചാനൊരു ക്യൂരിയോസിറ്റി തോന്നുന്ന ആൾക്കാരെ കണ്ടല്ലോ, അവരൊക്കെ ഓരോരോ പണി എടുക്കുന്നുണ്ട് ഇതിമേലൊക്കെ. ഞാൻ എല്ലാം സഹിച്ചു, എൻ്റെ ചെടിമ മാത്രം തൊടുന്നു മാത്രം ഞാൻ സഹിക്കാറില്ല. കാരണം എല്ലാ ചെടിമേലും ഓരോരുത്തരോരൊന്ന് തൊട്ട് ഇഞ്ഞുകൊണ്ട് നിൽക്കും. അതിനൊന്നും തൂമ്പില്ല, ഏതിനും തൂമ്പില്ല. കാരണം ഒക്കെ ഒന്നും നുള്ളാഞ്ഞ ഒരു ചെറിയൊരു പൊറുതികേടാണ്. എല്ലാ ചെടിയും ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാകാൻ കാണിച്ചത് ഇതിനൊന്നും ഇല്ല. ആകെ 2 or 3 ഇതളിന് മാത്രമാണ് ആ തൂമ്പുള്ളൂ. ഇപ്പം വന്ന 2 or 3 ഇതളിന്. ഇതൊക്കെ ആരോ ചീന്തിയിട്ട് നമ്മൾ കട്ട് ചെയ്താണ്. കാരണം നമ്മൾ പുറത്തും സൈഡിലൊക്കെ വെക്കണതുകൊണ്ട് ഇങ്ങനെ ഇതിനൊരു ഒരു കൂർപ്പല്ലേ, അപ്പോൾ ആ കൂർപ്പ് ഇങ്ങനെ ഒരു നോങ്കൊണ്ട് തന്നെ കട്ട് ചെയ്താൽ നല്ലൊരു വെറുതെ ഇങ്ങനെ നിൽക്കണവർക്കുള്ളൊരു തോന്നൽ. അങ്ങനെ 2 എണ്ണത്തിന് മാത്രം ഉണ്ട് അതിൻ്റെ തൂമ്പ്. കാരണം ആ തൂമ്പ് ആർക്കും തൊടാൻ കിട്ടിയിട്ടില്ലായിരുന്നു. കാരണം ഇപ്പോൾ വന്നിട്ടുള്ളൂ. അതിൻ്റെ ശേഷം ആരങ്ങനെ ചെടീൻ്റെ അടുത്തൊന്നും വന്നിട്ടില്ല. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കിങ്ങനെ ഇതിപ്പോൾ നമ്മളൊന്ന് മാറ്റി നട്ടതാണ് കേട്ടോ. മാറ്റി നട്ടിട്ടൊന്നുമില്ല, നമ്മൾ പോട്ടിൽ അത് ചെറിയൊരു പോട്ടിലേനി. അപ്പം നല്ല തിങ്ങി നിറഞ്ഞതോടുകൂടി നമ്മളതൊന്ന് മാറ്റിയിട്ടാണ് സെറ്റാക്കി. എന്നിട്ട് ഒന്ന് തിങ്ങൽ വരുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ എന്താണ് നമ്മളിത് മാറ്റിത്തരാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളൊക്കെ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടി തിങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലും വലുതീക്കോ അല്ലെങ്കിൽ ഒന്നുകൂടിയൊക്കെ ഒന്ന് മാറ്റി ചെറുതാളോ ഓരോ ഇതിക്കൊക്കെ മാറ്റേണ്ടി വരും. നമ്മളിതെല്ലാം കൂടി ഇവിടെ ഒരു സൈഡിലാണ് സെറ്റാക്കി വെച്ചതാണ്. ഇതിൽ വേറെ ഉണ്ട് സീസി പ്ലാന്റ് തന്നെ. നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള ചട്ടി തന്നെ. നമ്മൾ ഈ ചെടികളൊന്നും ഇവിടെ അല്ല വെക്കലിട്ടാ. കാരണം നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ സെറ്റാക്കിയതാണ്. കാരണം വീഡിയോ എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കണ്ടല്ലോ. അപ്പോൾ എല്ലതും കൂടി നമ്മൾ സിറ്റ് ഔട്ടൊക്കെ കൊണ്ടുവന്ന് കണ്ട് ഒരു വീഡിയോ എടുത്തതാണ്. അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള, ഇതിൻ്റെ കളറൊന്നും യെല്ലോ കളറൊന്നും വന്നിട്ടില്ല. ഈ ഫസ്റ്റ് കാണിച്ച കളറുണ്ടല്ലോ, ഈ ഒരു ഗ്രീന് അത് വരണമെന്നുണ്ടെങ്കിൽ ആ യെല്ലോയും ഗ്രീനിൻ്റെയും കൂടി തണ്ട് കട്ട് ചെയ്ത് വെച്ചാൽ തന്നെ ഈ കളറാണ് വരിക. ആ യെല്ലോ തന്നെ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൈ തന്നെ എടുത്തിട്ട് നടണം. ഇതാണ് നമ്മളെ സീസി പ്ലാന്റ്. നല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത്യാവശ്യമല്ല, നല്ല ഹെൽത്തി ആയിട്ട് തന്നെ. ഏകദേശം നമ്മൾ ഇല വെച്ച് പിടിപ്പിച്ചതാണ്. ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇല വെച്ച് പിടിപ്പിച്ചത് മുതൽ ഏകദേശം ഒരു തൈയായത് വരെയുള്ള ഒരു വീഡിയോ തന്നെ നമ്മൾ വീഡിയോ സ്റ്റോർ ചെയ്ത് നമ്മളിങ്ങനെ ഓരോരോ ഘട്ടം വീഡിയോ എടുത്തത് തന്നെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വന്നിട്ടുള്ളൂ ഇലകളൊക്കെ ഇടാം. ഇതിനും തലകളൊന്നുമില്ല, കാരണം ഓരോന്ന് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. 3 തൈകളാണ്. ഏകദേശം നമുക്ക് 2 വർഷത്തിൻ്റെ മുകളിലായിട്ടുണ്ട് ഈ ഒരു ഇല വെച്ച് കണ്ട് പിടിപ്പിക്കാൻ. ഇല വെച്ച് ഇത്രയും പ്രായമാവാനല്ല 2 വർഷം. ഈ ഇങ്ങനെ പെട്ടെന്ന് ആയിട്ടുണ്ട്. 1 വർഷം കൊണ്ടാണ് ഇത് ഇത്ര പെട്ടെന്നായിട്ടുണ്ട്. ഇങ്ങനെ തൈ വന്നതിന് ശേഷം ഇല വെച്ച് ഏകദേശം 1 വർഷമല്ല 1.5 വർഷമൊക്കെ ആവാനായപ്പോഴാണ് ഒരു തൈ ചെറുതായിട്ടൊന്ന് പൊട്ടിയത്. അതിന് പിന്നെ വന്നിട്ട് അങ്ങനെയാണ് ഭയങ്കര സ്ലോ ആയിട്ടാണ് ഇതിൻ്റെ ഇല വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൈ വരെ. കാരണം നമുക്കിതിൻ്റെ ചെടിയൊന്നും ആരും തരാനില്ലായിരുന്നു. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് ഇങ്ങനെ ഇതിൻ്റെ ഒരു പുതിയൊരു ഷോപ്പ് തുറന്നില്ല. അതിലിങ്ങനെ ഈ ചെടി ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അവർ തന്നതാണ്. ചെടിൻ്റെ ഷോപ്പൊന്നുമല്ല, വേറെ എന്തിൻ്റെ ഒരു ഷോപ്പാണ്, ഡ്രസ്സിൻ്റെ ഷോപ്പാണ്. അപ്പോൾ അങ്ങനെ നമ്മളവരെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ 2-3 ഇല വാങ്ങിയതേനി. 2-3 അല്ല, ഒരു 6 ഇല തന്നിനു. അങ്ങനെ നമ്മൾ പിടിപ്പിച്ചതിൽ ആകെ 4 തൈയാണ് പിടിച്ചത്. അതിൽ 3 തൈ നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് 1 തൈ നമ്മളൊരു ഫ്രണ്ടിനും കൊടുത്തിട്ടുണ്ട്. കാരണം അവരെ നമുക്ക് വേറെ ചെടികളൊക്കെ തരുമ്പോൾ അങ്ങനെ കൊടുത്താണ്. ഇതിൽ 4 തൈകളുണ്ട്. തൈകൾ വരാനല്ല, ഇതിൽ ഒരു ഇല ആണെന്ന് പറഞ്ഞാൽ ഇതാണ് വരേണ്ടത്. അതിലൊന്ന് യെല്ലോ കളറായി പോവാറായിട്ടുണ്ട്. കാരണം കുറേ ആയല്ലോ, 1 വർഷത്തിൻ്റെ മുകളിലായി ഒരു ഇല വന്നിട്ട് തന്നെ. ഇതന്നെ ശ്രദ്ധിച്ചു നോക്കുക, അടുത്ത ഇലകൾ വരുന്നുണ്ട്. ഇത് അടിയിൽ നിന്നാണ് ഇലകളൊക്കെ വരൽ. വന്ന ഇലക്ക് പിന്നെ ഇലകളോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഈ സീസൽ പ്ലാന്റിൻ്റെ പ്രത്യേകത അതാണ്. ഇതിലുണ്ട് കുഞ്ഞടീനത്തിൻ്റെ തൈകളും കേട്ടോ. നമ്മൾ വിത്ത് കിട്ടിയതടുത്തൊക്കെ ഇട്ടതാണ്. ഇത് സീസി പ്ലാന്റിൻ്റെ ഇല ആരോ വെച്ച് കൊടുത്തതാണ്. ഇല പോയിട്ട് അതിൻ്റെ തണ്ട് അതിലൊരു അടിയിലൊരു ബൾബ് ഉണ്ടാവുമല്ലോ, ആ ബൾബ് പിടിച്ചാലാണ് നമുക്കതിന് ഇങ്ങനെ ഒരു ഇലകൾ വരുന്നത്. ഇതിൻ്റെയൊക്കെ തലകളൊക്കെ പോയിട്ടുണ്ട്, നല്ല അത്യാവശ്യമായിട്ട് തന്നെ പോയിട്ടുണ്ട്. പിന്നെ നമ്മളില്ല മുമ്പ് നമ്മളെ പറ്റിച്ച് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഉമേസ് പ്ലാൻ പോട്ടിക്കിൻ്റെ. അവരെ എത്രത്തോളം ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോഴല്ല മനസ്സിലാവണത്. കണ്ടമാനം ആൾക്കാരാണ്.
എനിക്ക് പിന്നെ അവർ ക്യാഷ് ഇട്ടെന്ന് പറഞ്ഞാണ് ഞാൻ ഡെയിലി ഇരുന്നിട്ട് ശല്യം ചെയ്തിട്ട് എനിക്ക് ക്യാഷ് ഇട്ട് പറഞ്ഞിട്ട് പോലെ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടെന്ന്. പക്ഷെ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് കയറിയിട്ടില്ല എന്ന് നമ്മൾ കാര്യം പറഞ്ഞു. നമ്മളെ അക്കൗണ്ടിലേക്കൊന്നും ക്യാഷ് വന്നിട്ടില്ല. ഓല് എന്ത് സ്ക്രീൻഷോട്ടാണെന്നൊന്നും അറിയില്ല. അവരേക്ക് നമ്മൾ കുറേ തെറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓല് പറയണേ ഓല് ഹോസ്പിറ്റലിലാണ്. അന്നേ ഓലൊരു ഉടായ്പ പറഞ്ഞുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു നിങ്ങളെ അക്കൗണ്ട് പോയി ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കും. ഇപ്പോൾ ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വേഗം അറിയാലോ നമ്മളെ അക്കൗണ്ടിൽ എത്ര ക്യാഷ് ഉണ്ട് കാര്യങ്ങളും നോക്കാം. കയറിയിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വിട്ടിട്ടുണ്ട്. ഇപ്പോഴും കിട്ടിയിട്ടില്ല കേട്ടോ. ന്യൂ ഇയർ ഓഫർ എന്ന് പറഞ്ഞ് ചെടി വാങ്ങാൻ പോയതാണ്. അടുത്ത ന്യൂ ഇയർ വരാനായി. ഇന്ന് വരെ ചെടി എത്തിയിട്ടില്ല കേട്ടോ. ഇതടുത്ത മോഡലാണ്. ഇതിലും അടിയിലൊക്കെ ഇട്ടുന്നത് എന്താണെന്നറിയോ? നമ്മൾ വെറും ക്യാഷ് കൊടുത്ത് വാങ്ങിയതൊന്നുമല്ല കേട്ടോ. നമ്മൾ ഓരോ ബീച്ച് പോകുമ്പോൾ നമ്മളെ കയ്യിൽ ഷൂസൊക്കെ കയറല്ലോ ഇടല്ലേ. ആ ഷൂസ് ഊരിയിട്ട് മെല്ലെ അതിലേക്കാണ് നടക്കണതാണ്. ഇതൊന്നും ഇവിടെ വെക്കണതല്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ അടുക്കള വെക്കണ ജസ്റ്റ് ഇവിടെ വെച്ചു എന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ബീച്ച് പോകുമ്പോൾ വെറുതെ നുള്ളി പൊറുക്കണതാണ്. അല്ലാതെ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയാണ്ട് അങ്ങനെ സെറ്റാക്കണതൊന്നുമല്ല. അതൊന്നും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്. നമ്മൾ ക്യാഷ് കൊടുത്ത് ആദ്യമായിട്ട് വാങ്ങിയ ചെടിയാണ്. ഇപ്പോൾ ചെടി എത്തിയില്ല ക്യാഷും ഇല്ല പറഞ്ഞ മട്ടായി. അല്ലാതെ നമ്മൾ ഇന്ന് വരെ ഒരു രൂപ കൊടുത്തും ചെടി വാങ്ങിയിട്ടില്ല. ഇനി വാങ്ങണം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ബൊഗിൻ വില്ലാസിൻ്റെ വെറൈറ്റി കളറുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒക്കെ ഒന്ന് വാങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതൊക്കെ നമ്മൾ മുറ്റത്ത് വെച്ചിരിക്കണതാണ്. നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞൊന്ന് സെറ്റാക്കിയിട്ട് വേണം അകത്തേക്ക് കയറ്റാനെന്ന് കരുതിയിട്ടാണ്. ഇതൊക്കെ നമ്മൾ വെറും കാലിച്ചട്ടിയിൽ ഇങ്ങനെ വെറുതെ വെച്ചത് പിടിപ്പിച്ച് നോക്കിയതാണ്. ഇതൊക്കെ പറഞ്ഞാലൊക്കെ അത്യാവശ്യം പരിക്ക് വന്നിക്കണു. അതൊക്കെ നല്ല ഹെൽത്തി ആക്കിയിട്ടാണ് നമുക്ക് അകത്തേക്ക് നല്ലൊരു പോട്ടിലും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് വാങ്ങാൻ. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണം കേട്ടോ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ഒന്ന് ഷെയറും ചെയ്തേക്ക് പറ്റുമെങ്കിൽ. പിന്നെ എങ്ങനെയുണ്ട് എൻ്റെ ചെടികളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഏത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന്.